ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്മീഷണർ പൂജയെക്കുറിച്ചും അർജുനെക്കുറിച്ചും എല്ലാ കാര്യവും റാണിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ റാണിക്ക് മനസ്സിലാവുകയാണ് പൂജയെയും അർജുനെയും അപകടപ്പെടുത്താൻ നോക്കിയത് കമ്മീഷണർ തന്നെയാണെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ കമ്മീഷണറോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ തന്നെയാണല്ലേ അവരെ അപകടപ്പെടുത്തിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഞാൻ 50 ലക്ഷം രൂപ തരാമെന്നങ്ങ് പറയാണ്. അത് കേട്ടപ്പോൾ ആ റാണി തന്നെ അങ്ങ് അതിശയിച്ചു പോവാണ്. എത്ര കാലം ഞാൻ പണിയെടുത്താലും എനിക്ക് 50 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു മനസ്സിലൊരു ചിന്ത വരികയാണ്. എന്നിട്ട് എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് എന്നാലല്ലേ എനിക്കിതിലൊരു തീരുമാനമെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ കമ്മീഷണർ പറയാണ്, നിനക്ക് പ്രത്യേകിച്ച് ഒരു പണിയുമില്ല. നീ പൂജയുടെ വേഷത്തിൽ അർജുൻ്റെ ഭാര്യയായി അവരുടെ വീട്ടിലേക്ക് ചെല്ലണം. നീ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ജീവിത സൗകര്യത്തോടെയാവും നീ പിന്നീട് ജീവിക്കുക. അതുകൊണ്ട് നീ പൂജയായിട്ട് തന്നെ അവിടെ അഭിനയിക്കണം. അതുകൊണ്ട് ആരും തന്നെ നിന്നെ ഒറ്റ നോട്ടത്തിലൊന്നും പൂജ അല്ല എന്നൊന്നും വിശ്വസിക്കില്ല. കാരണം നിന്നെ കണ്ടാൽ പൂജയുടെ അതേപോലെ തന്നെ ഉണ്ടല്ലോ. പിന്നെ ആ പ്രിയ അവിടെ വന്ന് നന്ദന്റെ മകളാണെന്നും പറഞ്ഞ് കുറെ കാലം അങ്ങ് അഭിനയിച്ചു. എന്നിട്ട് അവർക്ക് ആർക്കും കണ്ടുപിടിക്കാനൊന്നും കഴിഞ്ഞില്ല. അതുകൊണ്ട് നിന്നെ എന്തായാലും ഒരിക്കലും അവർ കണ്ടുപിടിക്കില്ല. നീ പൂജയാണെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് റാണിയെ അങ്ങ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ 50 ലക്ഷം രൂപ കിട്ടുമെന്ന് കണ്ടപ്പോൾ റാണി ആ ഒരു കരാറിൽ ഒപ്പിടാൻ സമ്മതിക്കാൻ കേട്ടോ. എന്നിട്ട് രണ്ടുപേരും തമ്മിൽ കരാറുണ്ടാക്കുന്ന സമയത്ത് റാണി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടൊരു കരാറ്? കാരണം ഇങ്ങനെ ഒരു ചതിക്കൊക്കെ കരാറിൻ്റെ കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഈ കരാറ് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നരുത് കമ്മീഷണറെ. നിങ്ങൾ റാണിയോടാണ് കളിക്കുന്നത്. ഞാൻ ആരാണെന്നുള്ളത് നിങ്ങളെ അങ്ങ് പഠിപ്പിച്ചു തരും. എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയുന്നതല്ലേ. നിങ്ങളുടെ പള്ളക്ക് പിച്ചാത്തി തന്നെ കയറുമെന്നൊക്കെ പറയണേ. നിനക്ക് ഇതുകൊണ്ട് ഗുണം തന്നെയാണ് ഉണ്ടാവുകയുള്ളൂ. നീയാണ് ലക്കിവതിയാകാൻ പോകുന്നത് എന്നുള്ള കാര്യം കമ്മീഷണറോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കമ്മീഷണറോട് റാണി പറയണ, ആദ്യം നിങ്ങൾ കൊല്ലാൻ ഏൽപ്പിച്ച അവർ തീർന്നോ എന്ന് ആദ്യം അന്വേഷിക്കുക. എന്നിട്ട് മതി ആ പൂജ എങ്ങാനും ഞാൻ അവിടെ അഭിനയിച്ച് തകർക്കണ സമയത്ത് അവിടേക്ക് കയറി വന്നാൽ ആകെ ഒക്കെ ചളമാകില്ല. അതുകൊണ്ട് അവൾ മരിച്ചോ എന്നുള്ളത് ആദ്യം തീർപ്പ് വരുത്തുക എന്ന് പറയാണ്. അപ്പോൾ റാണി പറഞ്ഞ ആ ഒരു പോയിന്റ് കമ്മീഷണർക്ക് മനസ്സിലാവാണ്. അത് ശരിയാണ്, ആദ്യം പൂജ മരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ഏൽപ്പിച്ച ആ ഡ്രൈവറോടൊന്ന് ചോദിക്കട്ടെ എന്നുള്ള ആ ഒരു തീരുമാനം കമ്മീഷണർ എടുത്ത ശേഷം റാണിയെയും കൂട്ടിയിട്ട് ആ ഗുണ്ടയെ കാണാൻ വേണ്ടി പോവാൻ കേട്ടോ. എന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, എന്തായി, നിന്നെ ഏൽപ്പിച്ച കാര്യം ഭംഗിയായി നടത്തിയോ എന്ന് ചോദിക്കുമ്പോൾ, എന്നെ ഏൽപ്പിച്ചത് ഞാൻ ഭംഗിയായിട്ട് തന്നെ നടത്തിയിട്ടുണ്ട്. അവർ മരിച്ചു എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. കാരണം അങ്ങനത്തെ ഇടിയാണ് ഞാൻ ആ വണ്ടിയെ ഇടിച്ച് തെറിപ്പിച്ച് കൊക്കയിലേക്ക് തന്നെയാണ് തള്ളിയിട്ടത് എന്ന് പറയണ്. പക്ഷേ അർജുൻ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം അയാളോട് പറയുമ്പോൾ, അതെങ്ങനെ രക്ഷപ്പെട്ടു? അതൊരു പക്ഷേ അയാൾക്കുള്ള വിധി വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ആ പെൺകുട്ടി അതെന്തായാലും മരിച്ചിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് തരാനുള്ള പൈസ അങ്ങ് കമ്മീഷണർ തന്നേക്കെന്ന് പറയുമ്പോൾ, നീ അടുത്ത ആഴ്ച വീട്ടിലേക്ക് വാ, നിനക്കുള്ള പൈസ ഞാൻ അവിടുന്ന് തന്നോളാം, എനിക്ക് നിന്നെ കൊണ്ട് കുറച്ചുകൂടി കാര്യമുണ്ട് എന്നും പറഞ്ഞ് കമ്മീഷണർ നേരെ പോവാണ്. എന്നിട്ട് റാണി ചോദിക്കുന്നു, ആണ്ടവനെ ഏൽപ്പിച്ച കാര്യത്തിനേക്കാൾ ഭംഗിയായിട്ട് തന്നെ ഞാൻ തന്നെ നിങ്ങൾക്ക് കുറഞ്ഞ പൈസക്ക് ഞാൻ ചെയ്തു തരാം എന്ന് റാണിയോട് പറയുമ്പോൾ, ഇനി നീ തന്നെയാണ് എല്ലാ കാര്യവും ചെയ്യേണ്ടത്, നിനക്ക് തന്നെയാണ് ഇനിയുള്ള എല്ലാ കൊട്ടേഷനും ഞാൻ തരാൻ പോകുന്നതും എന്ന് കമ്മീഷണർ പറയാണ്. ആ കൊട്ടേഷൻ തന്നെയാണ് ഇപ്പോൾ മരിച്ചിട്ടില്ല എന്ന് പറയുന്ന ആ അർജുൻ്റെ ഭാര്യയായിട്ടാണ് നീ ഇപ്പോൾ അവിടേക്ക് പോവേണ്ടത്, പൂജയായിട്ടാണ് നീ ഇപ്പോൾ പോവേണ്ടത്, അത് തന്നെയാണ് നിനക്ക് ഞാൻ തരാൻ പോകുന്ന കൊട്ടേഷൻ എന്നങ്ങ് പറയട്ടോ. അർജുൻ്റെ ഭാര്യയായിട്ടാണോ ഞാൻ അഭിനയിക്കേണ്ടത്? എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഈ സ്വഭാവം വെച്ചിട്ട് എനിക്ക് പൂജയുടെ സ്വഭാവത്തിലേക്കൊന്നും ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണ. അതിന് ഒരു വഴിയുണ്ട്. എന്താണ്? അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരേ ഒരാൾ ആ പ്രിയയാണ്. അതുകൊണ്ട് നീ പോയി ജയിലിൽ പോയി ആ പ്രിയേനെ കാണണം. അവളിപ്പോൾ ജയിലിലല്ലേ ഉള്ളത്, അതുകൊണ്ട് അവളെ പോയി കാണണം എന്ന് പറയണം. അപ്പോൾ ഇത്രയും ആൾമാറാട്ടം നടത്തിയ ആ പ്രിയയ്ക്ക് എന്തായാലും ജയിലിൽ പോവേണ്ടി വന്നു. അതേപോലെ ഞാനിപ്പോൾ ആൾമാറാട്ടം പോയി നടത്തിയിട്ട് ഞാനും ഇതുപോലെ ജയിലിൽ പോവേണ്ടി വരുമോ എന്ന് കമ്മീഷണറോട് റാണി ചോദിക്കുമ്പോൾ, നിന്നെ ഇത്ര പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല. കാരണം നീ പൂജയുടെ അതേപോലെയാണ്. അതുകൊണ്ട് തന്നെ ആർക്കും അത്ര പെട്ടെന്നൊന്നും നീ റാണിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കമ്മീഷണർ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ റാണിക്ക് ഒരു ചെറിയ വിശ്വാസം വരികയാണ് കേട്ടോ. അങ്ങനെ കമ്മീഷണർ പറഞ്ഞ പ്രകാരം തന്നെ
പൂജയുടെ വേഷം കെട്ടാൻ തന്നെ റാണി അങ്ങ് തീരുമാനിക്കുക. കമ്മീഷണർ പറയുകയാണ്, നിന്റെ ഈ സ്റ്റൈലൊക്കെ മാറ്റി പൂജയെ പോലെ തന്നെ ആവണം നീ. അവൾക്ക് ഇതുപോലെ മൂക്കുത്തി ഒന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ അഴിച്ചു വെക്കണം. പിന്നെ പൂജ സാരിയാണ് ഉടുക്കാറുള്ളത്, അതുകൊണ്ട് നീയും സാരി ഉടുക്കണം എന്നുള്ള കാര്യമൊക്കെ കമ്മീഷണർ റാണിയോട് പറയാണ്. അങ്ങനെ റാണിയെ ഒരുക്കാൻ വേണ്ടി, പൂജയായിട്ട് തന്നെ ഒരുക്കാൻ വേണ്ടി കമ്മീഷണർ ഒരു ബ്യൂട്ടീഷ്യനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് പൂജയുടെ അതേപോലെ തന്നെ ആക്കണം എന്നൊക്കെ ബ്യൂട്ടീഷ്യന് പറഞ്ഞു കൊടുക്കുകയും പിന്നെ പൂജയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാണ്. എന്നിട്ട് റാണിയെ പൂജയുടെ അതേപോലെ തന്നെ അങ്ങ് ആക്കാൻ കേട്ടോ. അങ്ങനെ റാണി താഴേക്ക് ഇറങ്ങി വരുന്ന ആ സമയത്ത് കമ്മീഷണർ തന്നെ ഒന്ന് അന്തം വിട്ടു പോവാണ്. നിന്നെ കണ്ട ഇപ്പോൾ ഒരിക്കലും പൂജയല്ല എന്നുള്ളത് ആരും തന്നെ പറയുകയില്ല, പക്ഷേ നിൻ്റെ അടുത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, നിൻ്റെ നടത്തത്തിൽ ഒരു വ്യത്യാസമുണ്ട്, നീ തല്ലാൻ പോകുന്നത് പോലെയാണ് നടന്നു വരുന്നത്, പിന്നെ നീ എന്തിനാ ഇങ്ങനെ കയ്യോ മേലോട്ട് പിടിച്ചു വെക്കുന്നതൊക്കെ, അതൊന്നും വേണ്ട, സാധാരണയായി പൂജയെ പോലെ തന്നെ നീ അഭിനയിക്കാൻ പഠിച്ചേ എന്നൊക്കെ കമ്മീഷണർ റാണിയോട് പറയാണ്. അപ്പോൾ റാണി പറയാണ്, പെട്ടെന്ന് അങ്ങനെ ഒരാൾക്ക് പൂജയെ പോലെ തന്നെ ആവണമെന്ന് പറഞ്ഞാലൊന്നും പറ്റില്ല, അതുകൊണ്ട് കുറേശ്ശെയായി ഞാൻ എൻ്റെ ശീലം മാറ്റിവെക്കാൻ ഞാൻ ശ്രമിച്ചോളാം എന്നൊക്കെ റാണി കമ്മീഷണറോട് പറയാണ്. അങ്ങനെ ഒരു വിധത്തിലൊക്കെ റാണിയെ കമ്മീഷണർ പൂജയെ പോലെ തന്നെ ആക്കാൻ കേട്ടോ. പിന്നീട് കമ്മീഷണർ പറഞ്ഞ പ്രകാരം തന്നെ റാണി നേരെ പോകുന്നത് പ്രിയേനെ കാണാൻ വേണ്ടി ജയിലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ജയിലിലെത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ അന്തം വിടുന്നുണ്ട് കേട്ടോ. പൂജയെ പ്രിയ കാണുന്ന സമയത്ത് ഇവളെന്തിനാ എന്നെ കാണാൻ വേണ്ടി ഇവിടേക്ക് വന്നത് എന്നുള്ള ഭാവത്തിലാണ്. പൂജയെ കാണുന്നത് പോലെ തന്നെയാണ് പ്രിയ റാണിയെ കാണുന്നത്. അങ്ങനെ നീ എന്തിനാടി എന്നെ കാണാൻ വേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞ് ചൂടായും കൊണ്ട് തന്നെയാണ് പ്രിയ റാണിയോട് സംസാരിക്കുന്നത്. അപ്പോൾ റാണി അങ്ങനെ ആദ്യമൊന്നും റാണിയാണ് ഞാൻ എന്നൊന്നും പറയില്ല കേട്ടോ, പൂജ തന്നെയാണ് എന്നുള്ള ഭാവത്തിൽ അങ്ങ് നിൽക്കുകയാണ്. അങ്ങനെ പ്രിയ റാണിയോട് നന്നായിട്ട് തന്നെ ചൂടായിട്ട് സംസാരിച്ച ശേഷം, നീ അങ്ങ് ജയിച്ചു എന്ന് കരുതണ്ട, ഞാൻ ഇവിടെ നിന്നൊന്ന് പുറത്തിറങ്ങിക്കോട്ടോ, എൻ്റെ കൈ കൊണ്ട് തന്നെയായിരിക്കും ഇടി നിൻ്റെ മരണം എന്നുള്ള കാര്യമൊക്കെ പ്രിയ റാണിയോട് പറയാണ്. അങ്ങനെ ലാസ്റ്റ് റാണി, കഴിഞ്ഞോ നിൻ്റെ എല്ലാം, ഞാൻ ആരാണെന്ന് കരുതിയിട്ടാണ് നീ സംസാരിച്ചത് എന്നെല്ലാം ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും കമ്മീഷണറും അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് കമ്മീഷണർ പറയാണ്, നീ വിചാരിച്ച പോലെ ഇത് പൂജയല്ല, ഇത് റാണിയാണ് എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ പറയുന്നത് എന്ന് വിശ്വാസം വരാതെ അങ്ങ് ചോദിക്കാൻ കേട്ടോ പ്രിയ. അപ്പോൾ പ്രിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കമ്മീഷണർ. പൂജ ഇന്ന് ഈ ലോകത്തില്ല, പൂജ മരിച്ചു, ഇനി പൂജയുടെ വേഷം കെട്ടി അർജുൻ്റെ ഭാര്യയായിട്ട് ഇവളാണ്, ഈ റാണിയാണ് ഇനി അവിടേക്ക് പോകാൻ വേണ്ടി പോകുന്നത്. എൻ്റെ മനസ്സിലുള്ള എല്ലാ കണക്ക് കൂട്ടലുകളും ഇവളെ വെച്ച് ഞാൻ തീർത്തിരിക്കും എന്നുള്ള ആ ഒരു കാര്യം അങ്ങനെ പ്രിയയോട് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ പ്രിയ എല്ലാ കാര്യവും അവിടെയുള്ള എല്ലാവരുടെയും സ്വഭാവവും, മധു ആൻറ്റിയുടെയും മാധുരി അമ്മയുടെയും അച്ഛമ്മയുടെയും വസന്തനങ്ങളുടെയും ആനന്ദിൻ്റെയും എല്ലാവരുടെയും സ്വഭാവങ്ങളൊക്കെ റാണിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് പ്രിയ. അങ്ങനെ ഏകദേശമൊക്കെ ഒരു രൂപം റാണിക്ക് പൂജയെക്കുറിച്ച് മനസ്സിലാവാണ് കേട്ടോ. അങ്ങനെ പ്രിയക്കാണെങ്കിലോ റാണിയെ വെച്ചിട്ടാണ് കമ്മീഷണർ ഇനി ആ കുടുംബം ഇല്ലാതാക്കാൻ പോകുന്നത് എന്ന് കാണുമ്പോൾ ഭയങ്കരമായിട്ട് തന്നെ പ്രിയക്ക് സന്തോഷം വരികയാണ്. പിന്നീട് അവരവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. കമ്മീഷണർ റാണിയെയും കൂട്ടിയിട്ട് സീതമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. സീതമ്മയ്ക്ക് 50 ലക്ഷം രൂപ കൊണ്ടു കൊടുക്കാനാവട്ടോ പോകുന്നത്. അങ്ങനെ സീതമ്മയുടെ കൂടെ ശ്രീകുട്ടനും കൂടി ഉണ്ടാവും. അങ്ങനെ 50 ലക്ഷം രൂപ റാണി സീതമ്മയുടെ കയ്യിൽ അങ്ങ് കൊടുക്കണം കേട്ടോ. അപ്പോൾ 50 ലക്ഷം രൂപ കാണുന്ന സമയത്ത് സീതമ്മ തന്നെ അങ്ങ് ആകെ അതിശയിക്കുന്നുണ്ട്. റാണിയെ കണ്ടപ്പോഴാണെങ്കിൽ സീതമ്മക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ കമ്മീഷണറെ കൂട്ടി വരുന്നത് കാണുമ്പോൾ. അങ്ങനെ കമ്മീഷണർ സീതമ്മയോട് പറയണേ, ഇപ്പോൾ തൽക്കാലം റാണിയെ ഞാൻ കൊണ്ടുപോവുകയാണ്, എനിക്ക് റാണിയെ വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്, അതുകൊണ്ട് റാണിയെ ഏൽപ്പിച്ച ആ പണികളെല്ലാം കഴിഞ്ഞ ശേഷം റാണിയെ തിരികെ ഞാൻ സീതമ്മയുടെ കയ്യിൽ തന്നെ കൊണ്ടുതരാമെന്നങ്ങ് കമ്മീഷണർ സീതമ്മയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ശ്രീകുട്ടനും സീതമ്മ ആകെ അങ്ങനെ അന്തം വിടുന്നുണ്ട്. എന്ത് പണിയാണ് കമ്മീഷണർ റാണിക്ക് കൊടുക്കുന്നത് എന്നുള്ള അറിയാതെ കേട്ടോ. അങ്ങനെ എന്താണ് എവിടെയാക്കിയാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊന്നും തന്നെ നിങ്ങളിപ്പോൾ അറിയേണ്ട, അവളെ സുരക്ഷിതമായിട്ട് തന്നെ ഞാൻ നിങ്ങളുടെ കൈകൾ തിരികെ ഏൽപ്പിക്കും, അത് ഞാൻ പറഞ്ഞ പണികളെല്ലാം തന്നെ റാണി ചെയ്ത് തീർത്ത ശേഷമാണ് നിങ്ങളുടെ അടുത്ത് കൊണ്ടു തരുള്ളൂ എന്നൊക്കെ കമ്മീഷണർ ശ്രീകുട്ടനോടും സീതമ്മയോടും പറയണേ. പിന്നീട് കമ്മീഷണർ റാണിയും
മൂപ്പനെയും കൂട്ടി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ 50 ലക്ഷം രൂപ സീതമ്മയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ശ്രീകുട്ടനും കൂടി ഉണ്ടാവും കേട്ടോ. ശ്രീകുട്ടനെയും കൂടി ചേർത്തിട്ടാണ് 50 ലക്ഷം രൂപ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നടത്തണം എന്നുള്ള കാര്യവും ഒരു വീടെന്നുള്ള സ്വപ്നം സീതമ്മക്ക് ആക്കി കൊടുക്കണം എന്നുള്ള കാര്യമൊക്കെ റാണി ശ്രീകുട്ടനോടും കൂടി പറയുന്നുണ്ട്. പിന്നീട് അവിടുന്ന് പോവുകയാണ്. ഈ സമയത്ത് അർജുനാണെങ്കിൽ ബോധം വന്ന ശേഷം പൂജയെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ മാധുരി അമ്മയും അരുണിമയൊക്കെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പം മാധുരി അമ്മയോട് പറയുന്നുണ്ട്, എൻ്റെ കൂടെ പൂജ ഉണ്ടായിരുന്നു, പിന്നെ പൂജ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ മാധുരി അമ്മ പറയും, പൂജയെ നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും, പൂജ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, പൂജയ്ക്ക് ഒരു ആപത്തും വന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് പൂജയെ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ ഞങ്ങൾ കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞ് മാധുരി അമ്മ അർജുനെ അങ്ങ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അർജുൻ ഇങ്ങനെ വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞങ്ങളെ നേരേക്കാണ് ആ ലോറി വന്നത്, മനഃപൂർവ്വം ഞങ്ങളെ ഇടിച്ച് വീഴ്ത്തിയത് തന്നെയാണ്. ഞാനപ്പോൾ വെട്ടിക്കാൻ സമയത്ത് ആ വണ്ടി ഞങ്ങളെ അങ്ങ് ഇടിച്ച് തള്ളിയിടുകയാണ്, കൊക്കയിലേക്ക് ഇടുകയാണ് ചെയ്തത്. ആ സമയത്തൊക്കെ എൻ്റെ കൂടെ പൂജ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിശദമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരുണിമയാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ അരുണിമ ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. പിന്നെ എൻ്റെ മോൾ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തായാലും പോലീസ് കണ്ടെത്തും എന്നുള്ള കാര്യവും മാധുരി അമ്മ കരഞ്ഞുകൊണ്ട് തന്നെ അർജുനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ അർജുൻ പറയുന്നുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ SP കിരണ കാണണം, അതുകൊണ്ട് കിരണോട് ഇവിടേക്ക് വരാൻ പറയണം എന്നൊക്കെ ഇങ്ങനെ മാധുരി അമ്മയോട് പറയട്ടോ. അപ്പോൾ മാധുരി കിരണെ വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ട് ആനന്ദിനോടും നന്ദനോടൊക്കെ പറയാണ് അർജുന് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ ശേഷം പിന്നീട് ഈ സമയത്ത് പൂജയ്ക്ക് ബോധം വരിക. അങ്ങനെ പൂജയ്ക്ക് ബോധം വന്ന വിവരം മൂപ്പൻ്റെ മകള് പോയി പറയാണ്. അങ്ങനെ മൂപ്പൻ വന്നിട്ട് ഇങ്ങനെ പൂജ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കാനായിട്ട്. ആ സമയത്ത് പൂജ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കണ്ണൊടിച്ച് നോക്കുകയാണ്, ഞാനിപ്പോൾ എവിടെയാണ് എന്നുള്ള ആ ഒരു ഭാവത്തിൽ ഇങ്ങനെ നോക്കാനായിട്ട്. അങ്ങനെ പൂജ ഇങ്ങനെ ആ മൂപ്പനെയും ആ പെൺകുട്ടിയൊക്കെ കാണുമ്പോൾ ഞാൻ എവിടെയാണ് എന്നുള്ള ഭാവത്തിൽ അവരോടൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ മൂപ്പൻ സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ ചിരിച്ചുകൊണ്ട് തന്നെ മൂപ്പനും മൂപ്പൻ്റെ മകളും ഇങ്ങനെ പൂജയെ അങ്ങനെ നോക്കും. അങ്ങനെ മൂപ്പൻ പൂജയോട് പറയാണ്, മോളെ നീ പേടിക്കണ്ട, നീ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് തന്നെയാണ്, നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, നിനക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങളാണ് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പൂജയെ ഒന്ന് സമാധാനിപ്പിക്കാൻ കേട്ടോ. അങ്ങനെ പൂജയോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാൻ വേണ്ടി മൂപ്പൻ ശ്രമിക്കും. പൂജയ്ക്കാണെങ്കിലോ മൂപ്പനെയൊക്കെ ഇങ്ങനെ കണ്ട സമയത്ത് പൂജയുടെ മനസ്സിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. പൂജയ്ക്ക് ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് എന്നുള്ള കാര്യമൊന്നും പൂജയിൽ ഓർമ്മയുണ്ടാവില്ല. പിന്നീട് മൂപ്പൻ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്ന ആ സമയത്താണ് പൂജയിൽ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം മൂപ്പനും മൂപ്പൻ്റെ മകൾക്കും മനസ്സിലാവാണ്. പിന്നീട് പൂജയ്ക്ക് ഇനി ഓർമ്മ തിരിച്ചു കിട്ടാനുള്ള ആ ഒരു ചികിത്സയിലേക്കാവും കേട്ടോ മൂപ്പൻ്റെ മകളും ഇനി തുടങ്ങാൻ പോകുന്നത്. അങ്ങനെയുള്ള എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്.